ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിന്റെ പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. 6th സ്റ്റാൻഡേർഡിന്റെ ജസ്റ്റ് ഈ ഒരു പാഠമാണ്. സോ ഇതിൻ്റെ അകത്ത് പറയുന്നത് കളേഴ്സിനെ പറ്റിയിട്ടാണ്, വിവിധ തരത്തിലുള്ള കളേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഈ ഒരു ഇതിനകത്തോട്ട് പോകാം. അതിന് മുമ്പേ ഇത് എഴുതിയിട്ടുള്ളത് സാര പിർട്ടിൽ എന്ന് പറയുന്ന ഒരാളാണ്. ആളെ പറ്റിയിട്ട് ഞാനിപ്പോൾ വായിക്കാം കേട്ടോ. സാര പിർട്ടിൽ ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ, മ്യൂസീഷ്യൻ ആൻഡ് ടീച്ചർ. She is famous in literary circles for the award-winning novel An Outbreak of Peace. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സാര? ഓക്കെ, ഇനി നോക്കാം. As a musician, Pertil is known for her folk music, with songs about fairness, kindness and caring for the environment. So ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്താണെന്ന് നോക്കാം. ഓക്കെ, സാര പെർട്ടിൽ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ റൈറ്ററാണ്, അതുപോലെ തന്നെ ഒരു പാട്ടുകാരിയാണ്, അതുപോലെ ഒരു ടീച്ചറാണ്. ഓക്കെ, ആള് ഈ സാഹിത്യ കലാമേഖലയിലൊക്കെ ഭയങ്കര ഒരു നോവലുണ്ട്, ആൻ ഔട്ട്ബ്രേക്ക് ഓഫ് പീസ്. അതിന് ഭയങ്കര ഫേമസ് ആണ്, അതുപോലെ തന്നെ അതിന് അവാർഡ് കിട്ടിയിട്ടുമുണ്ട്. ഒരു മ്യൂസീഷ്യൻ എന്ന നിലയ്ക്ക് പെർട്ടിൽ എന്ന് പറയുന്നത് അവളുടെ ഒരു ഫോക്ക് സോങ്, പെർട്ടിൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫോക്ക് സോങ്ങുകൾ, അതുപോലെ തന്നെ കൈൻഡ്നെസ്, ഫെയർനെസ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ വിഷയങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് കവിതയിലോട്ട് പോവാം. ഓക്കെ, ഇമാജിൻ എ വേൾഡ് ഈസ് ജസ്റ്റ് വൺ കളർ. നിങ്ങൾ ഈ ഒരു വേൾഡ് ഒരു കളറാണ്, ഒരൊറ്റ കളർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ആലോചിക്കുക. ക്വൈറ്റ് ബോറിംഗ് ഇസ്ന്റ് ഇറ്റ്? ഒരുപാട് ബോറിംഗ് ആണല്ലേ, അല്ലേ എന്നാണ്. നമ്മളിപ്പം ഞാൻ ഈ ഇരിക്കുന്ന റൂമിൽ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് കളർ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നുണ്ടെങ്കിൽ, ഞാനിപ്പം ആ ഫോണിൻ്റെ കവറിൽ നോക്കി കഴിഞ്ഞാൽ വൈറ്റ്, ഈ ഫോൺ വൈറ്റ്, ഈ ഒരു എഴുത്തുകൾ വൈറ്റ്, അങ്ങനെ അതായിരിക്കുന്ന ബുക്കുകൾ വൈറ്റ്, പുറത്തുള്ള പ്രകൃതി വൈറ്റ്, അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും, ചെടിച്ചട്ടി എല്ലാം വൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഭയങ്കര ബോറായിരിക്കത്തില്ലേ? അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, luckily our world is filled with a rich variety of colors and cultures. അതായത് നമ്മളുടെ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി ഓഫ് കളേഴ്സും അതുപോലെ തന്നെ ഒരുപാട് കൾച്ചേഴ്സും ഒക്കെ കൊണ്ട് നിർമ്മിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കളേഴ്സ് ആൻഡ് കൾച്ചേഴ്സ്. Here's a song that celebrates the variety. അതായത് ഈ ഒരു വെറൈറ്റി കളേഴ്സിനൊക്കെ പറ്റിയിട്ട് പറയുന്ന ഒരു സോങ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. എൻ്റെ നാക്കിൽ ഇത് വലിയ കുരു വന്ന് നിൽക്കുകയാണ് ഗൈസ്, എനിക്ക് ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഒരു സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്തായിരുന്നാലും ഞാൻ വളരെ എനർജി എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് മിക്കവാറും ഈ വീഡിയോ എടുത്തു കഴിയുമ്പോൾ ഞാൻ തളരും. ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്ന ഒരു കവിതയാണിത്. സാര പെർട്ടിലിന്റെ ഒരു കവിതയാണ്. ഓക്കെ, ആ സാര പെർട്ടിലിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ദയണ്ട് ഇവിടെ കിടക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്, ഈച്ച് കളർ ഈസ് ട്രൂ. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്താണ് ഈ എർത്തിൽ, ഭൂമിയിലുള്ള കളറുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ കളറുകളും വ്യത്യസ്തമാണ്, അതുപോലെ എല്ലാം എന്താണ് എല്ലാ നിറങ്ങളും സത്യവുമാണ്. അവർ പറയാണ് വി ആർ മെയ്ഡ് ഓഫ് കളേഴ്സ് ഓഫ് എർത്ത്. എന്താണ് പിന്നും പറയാണ് നമ്മൾ എർത്തിൻ്റെ, ഭൂമിയുടെ കളറുകൾ വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. എനിക്ക് നിന്നെ നിർമ്മിച്ചിരിക്കുന്ന കളറുകൾ വളരെ ഇഷ്ടമാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. When I look in the eyes of my friends, I can see topaz, I can see sky, the green and the grey of the sea rolling by, and the dazzling brown river in the morning. എന്താണ്, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ടോപ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ കളറിലുള്ള ഒരു വജ്രം, എന്താണ് ഒരു രത്നമാണ്. സോ എന്താണ് ഈ സ്റ്റാൻസയിൽ കണ്ണുകളുടെ കളറുകളെയൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത്.
അപ്പം കണ്ണുകൾ പലവർക്കും പല കണ്ണുകളല്ലേ. എനിക്കിപ്പോൾ ബ്രൗൺ ഐസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് പച്ച കളർ ഐസ് ആയിരിക്കും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലാവർക്കും ബ്രൗൺ ആയിരിക്കും. ഇന്ത്യക്കാർക്ക് മിക്കവർക്കും ബ്രൗൺ ആവാനാണ് ചാൻസ്. ചിലവർക്കൊക്കെ മഞ്ഞ, പച്ച, ചുവപ്പ്, നീല ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം എന്താണ്, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കണ്ണിൽ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കണ്ണിൽ എനിക്ക് എന്താണ് യെല്ലോ കളറിലുള്ള രത്നം കാണാൻ സാധിച്ചു. ഐ ക്യാൻ സീ സ്കൈ. മറ്റൊരാളുടെ കണ്ണിൽ എനിക്ക് നീല ആകാശം, നീല കളർ കാണാൻ സാധിച്ചു. ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. അതായത് എന്താണ്, മറ്റൊരാളുടെ കണ്ണിൽ നോക്കിയപ്പോൾ എനിക്ക് നല്ല പച്ച കളറും ഗ്രേ കളറും ഒക്കെയുള്ള കടലുകളുടെ നിറം കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ മറ്റൊരാളുടെ കണ്ണിൽ നോക്കിയപ്പോൾ എനിക്ക് നല്ല ബ്രൗൺ കളറ് കാണാനും സാധിച്ചു എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും കണ്ണിന്റെ കളർ എന്താണ്, വ്യത്യസ്തമാണ്. നെക്സ്റ്റ് നോക്കാം. When I look at the hands of my friends, I can see chestnut, I can see corn, the color of wheat and dappled brown fawn and the sun-kissed black trees in the morning. സോ ഓക്കെ, ഇവിടെ സ്കിൻ കളറാണ് നമ്മളോട് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ നോക്കാം. ഓക്കെ, ഒരാളുടെ എൻ്റെ ഒരു കൂട്ടുകാരുടെ കൈ നോക്കിയപ്പോൾ എനിക്ക് ചെസ്റ്റ്നട്ടിൻ്റെ കളർ കാണാൻ സാധിച്ചു. ചെസ്റ്റ്നട്ട് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഈ ഒരു സാധനമാണ് ചെസ്റ്റ്നട്ട് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, കാണുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ചെസ്റ്റ്നട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെസ്റ്റ്നട്ടിൻ്റെ കളർ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഐ ക്യാൻ സീ കോൺ. കോൺ അറിയാമല്ലോ, ചോളത്തിൻ്റെ കളർ കാണാൻ സാധിച്ചു. അതുപോലെ the color of wheat and dappled brown fawn and the sun-kissed black trees in the morning. എന്താണ്, എനിക്ക് ഗോതമ്പിൻ്റെയും അതുപോലെ തന്നെ നല്ല ബ്രൗൺ കളറും അതുപോലെ. സോ ഓക്കെ, പിന്നീട് എന്താണ്, ഈ പുള്ളിക്കുത്തുകളുള്ള മാനില്ലേ, ബ്രൗൺ കളറിലുള്ള മാന്, ആ മാനിൻ്റെ കളർ കാണാൻ സാധിച്ചു. ഡാപ്പിൾഡ് ബ്രൗൺ ഫാൺ എന്ന് വെച്ച് കഴിഞ്ഞാല് കുത്തികളുള്ള തവിട്ട് നിറത്തിലുള്ള മാൻ എന്നതാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അതാ നോക്കിക്കോളാം. ആൻഡ് ദ സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ്. എന്താണ്, ഈ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമ്മൾ ആ മരത്തിന്റെ മുകളിൽ കൂടെ ഒക്കെ കാണൂലേ, ആ ഒരു കളറിനെയാണ് ഈ ഒരു സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ടെൽ മീ ദ നെയിംസ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. എന്താണ്, എന്നോട് എർത്തിലുള്ള കളറുകളുടെ പേര് പറയൂ. ദ പർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്, എഗ് പ്ലാന്റിന്റെ പർപ്പിൾ കളർ. അതുപോലെ തന്നെ ദ ഓറഞ്ച് ഓഫ് പീച്ച്, പീച്ചിന്റെ ഓറഞ്ച് കളർ. അതുപോലെ ദ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓൺ ദ ബീച്ച്, ബീച്ചിലെ പച്ചയും കറുപ്പും നിറമുള്ള കല്ലുകൾ. അതുപോലെ ആൻഡ് ദ സൺ ഓൺ ദ മൗണ്ടെയിൻ ഇൻ ദ മോർണിംഗ്. സൂര്യൻ, മൗണ്ടെയിൻ അതായത് മലനിരകളുടെ മുകളിലുള്ള സൂര്യൻ്റെ കളർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കവിത. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാം. സോ ഇതിൻ്റെ അകത്ത് അതായത് വിവിധ കളറുകളെ പറ്റിയിട്ട്, എർത്തിലുള്ള വിവിധ കളറുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം എന്താ പറയുക, ഓക്കെ, അപ്പം ഇതൊരു മനോഹരമായിട്ടുള്ള കവിതയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.